as grievance redressal. അപ്പോൾ നിങ്ങൾക്കറിയാം കോൺട്രിബ്യൂഷൻ ഓഫ് എവറി എംപ്ലോയി ഇസ് ഇമ്പോർട്ടൻറ്റ് ടു എൻ ഓർഗനൈസേഷൻ. അതേപോലെ എംപ്ലോയീസിന് ദേ ഷുഡ് ഹാവ് ലോയൽറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ടു ദ ഓർഗനൈസേഷൻ ആൻഡ് ദേ ഷുഡ് ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് വർക്ക് ഫോർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതിന് പകരമായിട്ട് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം? മാനേജ്മെൻറ്റ് ഇൻ ടേൺ ഷുഡ് റെസ്പെക്റ്റ് ദ എംപ്ലോയീസ് ആസ് human beings and recognize their contributions to the ഓർഗനൈസേഷൻ. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ് എന്തെന്നുള്ളത് ടു പ്രൊവൈഡ് ബെറ്റർ വർക്കിംഗ് എൻവയോൺമെൻറ്റ്, റെമ്യൂണറേറ്റ് ദ വർക്കേഴ്സ് വിത്ത് ആഡിക്വേറ്റ് സാലറി ആൻഡ് പ്രൊട്ടക്ട് ദിയർ സേഫ്റ്റി ആൻഡ് വെൽഫെയർ ഇൻ ദി ഓർഗനൈസേഷൻ. അപ്പോൾ എംപ്ലോയീസ് ഹാവ് സെർട്ടൻ എക്സ്പെക്റ്റേഷൻസ് ഫ്രം ദി ഓർഗനൈസേഷൻ. മനസ്സിലായല്ലോ? ദേ വാണ്ട് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, ഫെയർ സാലറീസ് ആൻഡ് റെസ്പെക്റ്റ് ഫ്രം മാനേജ്മെൻറ്റ്. അപ്പോൾ ഇഫ് ദി ഓർഗനൈസേഷൻ ഫെയിൽസ് ടു ഡു ദീസ് ബേസിക് തിങ്സ്, എംപ്ലോയീസ് ഗെറ്റ് ഡിസ്സാറ്റിസ്ഫൈഡ് ആൻഡ് ഇറ്റ് മേ ബി എ റീസൺ ഓഫ് എംപ്ലോയി ഗ്രീവൻസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ കംപ്ലയിൻറ്റ്സ് അബൌട്ട് ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഫേവറിറ്റിസം ഇൻ വർക്ക് അസൈൻമെൻറ്റ്സ്, അതേപോലെ വർക്ക് സ്റ്റാൻഡേർഡ്സ് ഓർ ഫിസിക്കൽ വർക്കിംഗ് കണ്ടീഷൻസ് ആർ ഫ്രീക്വൻറ്റ് സോഴ്സസ് ഓഫ് ഗ്രീവാൻസസ്. അപ്പോൾ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു റിമെമ്പർ ദാറ്റ് എനിത്തിങ് അബൌട്ട് വിച്ച് എൻ എംപ്ലോയി ഇസ് ഡിസ്സാറ്റിസ്ഫൈഡ് ക്യാൻ ലീഡ് ടു സീരിയസ് ഗ്രീവാൻസ്. അപ്പോൾ ഈ ഗ്രീവാൻസിൻ്റെ തുടക്കം അതാണ്, ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷനാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഗ്രിവാൻസ് നീഡ് നോട്ട് നെസസറിലി ബി ബേസ്ഡ് ഓൺ റിയൽ പ്രോബ്ലംസ്. ദേ ക്യാൻ ബി റിസൾട്ട് ഓഫ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ചിലപ്പം എംപ്ലോയീസിന് കംപ്ലൈൻറ്റ് വരുന്നത് എന്ത് കാരണത്താലാവാം? ശരിക്കും ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ഇറ്റ് മേ ബി ബിക്കോസ് ഓഫ് സം മിസ്അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ഓർഗനൈസേഷൻ ഓർ അങ്ങനെ ആരെങ്കിലും കുറിച്ചിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവാം. സോ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഗ്രിവാൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എംപ്ലോയി ഗ്രിവാൻസസ് ആർ കോമൺ ഇൻ ഓൾ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ്. സോ വെൻ ദർ ഇസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദി എംപ്ലോയി ആൻഡ് മാനേജ്മെൻറ്റ് എക്സ്പെക്റ്റേഷൻ, ഇറ്റ് ലീഡ്സ് ടു എ ഗ്രിവാൻസ്. ഓക്കെ, ചിലപ്പം ഗ്രിവാൻസ് മേ ഓർ മേ നോട്ട് ബി ജസ്റ്റിഫൈഡ്, ബട്ട് ഇഫ് ഇറ്റ് ഈസ് നോട്ട് സെറ്റിൽഡ് പ്രോപ്പർലി, it may lead to tension, lower performance and motivation of employees. അപ്പോൾ grievances are also likely to become dispute between employees and the management. Okay, അപ്പോൾ ഇതിൽ വരുന്ന ആ 3 ടേംസ് മനസ്സിലാക്കി വെക്കുക. ഡിസാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എനിത്തിങ് ദാറ്റ് ഡിസ്റ്റർബ്സ് എൻ എംപ്ലോയി വെദർ ഓർ നോട്ട് ദ അൺട്രസ്റ്റ് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ വേർഡ്സ്. മനസ്സിലായോ? കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ എ സ്പോക്കൺ ഓർ റിട്ടൺ ഡിസാറ്റിസ്ഫാക്ഷൻ ബ്രോട്ട് ടു ദ അറ്റൻഷൻ ഓഫ് ദി സൂപ്പർവൈസർ. ഗ്രിവാൻസ് എന്ന് പറഞ്ഞാൽ ഗ്രിവാൻസ് ഇസ് എ കംപ്ലയിൻറ്റ് ദാറ്റ് ഹാസ് ബീൻ ഫോർമലി പ്രസൻറ്റഡ് ടു ദ മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓർ ടു ദ യൂണിയൻ ഒഫീഷ്യൽസ്. അപ്പോൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്നാൽ അത് പ്രശ്നമില്ല. പക്ഷെ അത് ഒഫീഷ്യലി എന്താ പറയുക, ഫോർമലായിട്ട് മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ അടുത്ത് അത് പ്രസൻറ്റ് ചെയ്യണം ആ കംപ്ലയിൻറ്റ്, അല്ലെങ്കിൽ ഒരു യൂണിയൻ ഒഫീഷ്യലിൻ്റെ അടുത്ത് അത് പ്രസൻറ്റ് ചെയ്താൽ അത് ഗ്രിവാൻസ് ആവും. ഓക്കെ, അപ്പോൾ ഗ്രിവാൻസ് എന്ന് പറഞ്ഞാൽ ഗ്രിവാൻസ് ആസ് എ കംപ്ലയിൻറ്റ് ഓഫ് വൺ ഓർ മോർ വർക്കേഴ്സ് വിത്ത് റെസ്പെക്ട് ടു എന്തിനെക്കുറിച്ചിട്ടൊക്കെ ആവാം? വേജസ് ആൻഡ് അലവൻസ്, കണ്ടീഷൻസ് ഓഫ് വർക്ക് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് സർവീസ്, കണ്ടീഷൻസ് കവറിങ് സച്ച് ഏരിയാസ് ആസ് ഓവർ ടൈം, ലീവ്, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, സീനിയോറിറ്റി, ജോബ് അസൈൻമെൻറ്റ് ആൻഡ് ടെർമിനേഷൻ ഓഫ് സർവീസ്. ഇതിനെക്കുറിച്ച് എന്തിനെക്കുറിച്ചിട്ടും ആവാം ഗ്രിവാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഡെഫിനേഷൻസ് കുറേ എണ്ണം തന്നിട്ടുണ്ട്, നിങ്ങളെ ബുക്കിലുള്ളത് പഠിച്ചു വെക്കുക. അപ്പോൾ ഗ്രിവാൻസ് മീൻസ് എ ക്ലെയിം ബൈ എൻ എലിജിബിൾ എംപ്ലോയി ദാറ്റ് എംപ്ലോയീസ് പേഴ്സണൽ എംപ്ലോയ്മെൻറ്റ് ഹാസ് ബീൻ എഫക്റ്റഡ് ബൈ unfavorable employment decisions or conditions due to unfair treatment. അപ്പോൾ ഗ്രിവാൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫോർമൽ എക്സ്പ്രഷൻ ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ അബൌട്ട് എ വർക്ക് സിറ്റുവേഷൻ യൂഷ്വലി ബൈ ആൻ ഇൻഡിവിജ്വൽ എംപ്ലോയി, ബട്ട് ഇറ്റ് മേ സംടൈംസ് ബി ഇനിഷ്യേറ്റഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഓർ എ യൂണിയൻ ആക്ടിങ് ഓൺ ബിഹാഫ്. ചിലപ്പം ഒരു ഇൻഡിവിജ്വൽ എംപ്ലോയി ആവാം ഈ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് അവരുടെ യൂണിയൻ ത്രൂ ആവാം. മനസ്സിലായല്ലോ? അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ യൂണിയനെ അപ്രോച്ച് ചെയ്യും, യൂണിയൻ ത്രൂ ആണ് ഇങ്ങനെ ഗ്രിവാൻസ് പോവുക. ഓക്കെ, അപ്പോൾ ഒരു ഡെഫിനേഷൻ നമുക്ക് നോക്കാം. ഡെയിൽ സച്ച് ബീച്ച്, ഗ്രിവാൻസ് ഇസ് എനി ഡിസാറ്റിസ്ഫാക്ഷൻ ഓർ ഫീലിംഗ് ഓഫ് ഇൻജസ്റ്റിസ്
in connection with one's employment situation that is brought to the attention of management. ഓക്കെ, എന്തെങ്കിലും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഫീലിങ്സ് ഓഫ് ഇൻജസ്റ്റിസ് ഇൻ കണക്ഷൻ വിത്ത് എന്തിനെക്കുറിച്ചിട്ടുള്ളതാവാം, employment situation, and this should be brought to the attention of the management. One more definition is given, Michael J. Jusius. A grievance is any discontent or dissatisfaction, whether expressed or not, arising out of anything connected with a company that an employee thinks, believes, or even feels is unfair, unjust, or unequitable. ഇപ്പോൾ ഗ്രിവാൻസ് എന്ന് പറയുന്നത് എനി ഡിസ്കണ്ടൻറ്റ് ഓർ ഡിസാറ്റിസ്ഫാക്ഷൻ, ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യും, ചിലപ്പം എക്സ്പ്രസ് ചെയ്യില്ല. എന്തിനെക്കുറിച്ച്? ഇറ്റ് ഈസ് അറൈസിങ് ഫ്രം എനിത്തിങ് കണക്റ്റഡ് വിത്ത് എ കമ്പനി. ചിലപ്പം എംപ്ലോയി വിചാരിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ബിലീവ് ചെയ്യുന്നുണ്ടാവാം, ലൈക്ക് ഹി ഫീൽസ് ദാറ്റ് ഇറ്റ് ഈസ് അൺഫെയർ ഓർ അൺജസ്റ്റ് ഓർ unequitable. Okay, so this grievance is any complaint from individual workers or group of workers alleging a violation of the terms of a workplace agreement. അപ്പം എപ്പോഴും ഗ്രിവാൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസഗ്രിമെൻറ്റ് ബിറ്റ്വീൻ എൻ എംപ്ലോയി ആൻഡ് മാനേജ്മെൻറ്റ് ഓൺ ദ ടേംസ് ഓർ കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് ദർ ആർ 2 ഫണ്ടമെൻ്റൽ ടൈപ്സ് ഓഫ് വർക്ക് റിലേറ്റഡ് ഗ്രിവാൻസസ് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് ബിഹേവിയർ, അതായത് വിച്ച് ഡസ് നോട്ട് കോൺട്രാവീൻ എനി ലോസ്, ലെജിസ്ലേഷൻ ഓർ കോമൺ ലോസ് സച്ച് ആസ് ഇൻ്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റ്. നോക്കില്ല, അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാവാം, മാനേജേഴ്സായിട്ട് ഒത്തുപോകാൻ പറ്റാതിരിക്കുക എംപ്ലോയീസിന്, ഇൻഅപ്രോപ്രിയേറ്റ് ബിഹേവിയർ ഓർ ഇൻകൺസിസ്റ്റൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ് പോളിസി. അപ്പോൾ ബിഹേവിയർ ആവാം, ചിലപ്പം എന്താവാം എന്നാണ് പറയുന്നത്, പൊട്ടൻഷ്യലി അൺലോഫുൾ ബിഹേവിയർ. അൺലോഫുൾ ബിഹേവിയറിൽ വരുന്നത് ഡിസ്ക്രിമിനേഷൻ ഓർ ഹരാസ്മെൻറ്റ് ഓൺ ഗ്രൗണ്ട്സ് പ്രൊഹിബിറ്റഡ് ബൈ ലോ. ദെൻ വാട്ട് ആർ ദ കോസസ് ഓഫ് ഗ്രിവാൻസസ് നോക്കാം. അപ്പം കോസസ് വരുന്ന സമയത്ത് എന്തൊക്കെയാണ് വരുന്നത് എന്ന് പറയാം. ഫസ്റ്റ് വൺ, അതായത് ഇഷ്യൂസ് ദാറ്റ് മേ കോസ് ഗ്രിവാൻസസ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ് വരിക? ഒന്നുകിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആവാം, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, വർക്ക് റിലേഷൻസ്, ബുള്ളിങ് ആൻഡ് ഹരാസ്മെൻറ്റ്, ന്യൂ വർക്കിംഗ് പ്രാക്ടീസസ്, വർക്കിംഗ് എൻവയോൺമെൻറ്റ് ആൻഡ് ഓർഗനൈസേഷണൽ ചേഞ്ച്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കാരണമാവാം ഗ്രിവാൻസിന്. അപ്പോൾ യൂഷ്വലി ഗ്രിവാൻസസ് ആർ ക്ലാസിഫൈഡ് അണ്ടർ 4 ഹെഡ്സ്. അതായത് ഈ ഗ്രിവാൻസസ് അറൈസിങ് ഔട്ട് ഓഫ് വർക്കിംഗ് കണ്ടീഷൻസ് ആവാം. അതായത് വർക്കിംഗ് കണ്ടീഷൻസ് ശരിയല്ല എന്ന് തോന്നുന്നത് കൊണ്ട് എംപ്ലോയീസിന് ഡിസാറ്റിസ്ഫാക്ഷൻ വരിക. അതായത് പുവർ ഫിസിക്കൽ കണ്ടീഷൻസ് ഓഫ് വർക്ക് എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ നോൺ അവൈലബിലിറ്റി ഓഫ് പ്രോപ്പർ ടൂൾസ് ആൻഡ് മെഷീൻസ്. അവർക്ക് ജോലി ചെയ്യാൻ തക്കതായ മെഷീൻസും ടൂൾസും ഒന്നും ഇല്ലാതിരിക്കുക, അതുകൊണ്ട് കഷ്ടപ്പെടുക അവർ. പിന്നെ ഫെയിലിയർ ടു മെയിൻറ്റെയിൻ ഗുഡ് ഡിസിപ്ലിൻ, മിസ്മാച്ച് ഓഫ് ദ വർക്കർ വിത്ത് എ ജോബ്. അതായത് വർക്കും ജോബും വർക്കറും, അതായത് അവർക്ക് യോജിക്കുന്ന ജോബ്സ് ആയിരിക്കില്ല കൊടുത്തിട്ടുണ്ടാവുക. ദെൻ വെരി ഹൈ പ്രൊഡക്ഷൻ ടാർഗറ്റ്, അങ്ങനെയുള്ളൊരു ടാർഗറ്റ് കൊടുക്കുക എംപ്ലോയിക്ക്. ദെൻ പുവർ റിലേഷൻഷിപ്പ് വിത്ത് എ സൂപ്പർവൈസർ, എപ്പോഴും അടികൂടുന്നൊരു സൂപ്പർവൈസറാണ് തൃപ്തിയായി. മനസ്സിലായല്ലോ? അപ്പം ഇറ്റ് മേ ബി എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഗ്രിവാൻസസ് അറൈസിങ് ഔട്ട് ഓഫ് വർക്കിംഗ് കണ്ടീഷൻസ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ഗ്രിവാൻസസ് അറൈസിങ് ഫ്രം മാനേജ്മെൻറ്റ് പോളിസിയാണ്. മാനേജ്മെൻറ്റിൻ്റെ നയങ്ങളോട് ഒത്തുപോവാത്തത് കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് ചിലപ്പോൾ വേജ് റേറ്റ്സ് ആൻഡ് മെത്തേഡ് ഓഫ് വേജ് പേയ്മെൻ്റ് ആവാം, ഓവർ ടൈം ആൻഡ് ഇൻസെൻറ്റീവ് സ്കീംസിൽ തൃപ്തരല്ലാത്തത് കൊണ്ടാവാം, സീനിയോറിറ്റി, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ഡിമോഷൻ, അതേപോലെ പെനാൽറ്റീസ് ഇമ്പോസ്ഡ് ഫോർ മിസ്കണ്ടക്ട്, ലീവ്, ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, കരിയർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കാരണത്താൽ, അതായത് എംപ്ലോയിക്ക് തോന്നുക കരിയർ ഡെവലപ്മെൻറ്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒരു ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ പോളിസിയിൽ തൃപ്തരല്ലാത്തത് കൊണ്ടുണ്ടാവുന്ന ഗ്രിവാൻസ്. വേറൊരു ടൈപ്പ് വരുന്നത് ഗ്രിവാൻസസ് അറൈസിങ് ഫ്രം വയലേഷൻ ഓഫ് കളക്റ്റീവ് ബാർഗെയിനിങ് അഗ്രിമെൻറ്റ്, കമ്പനി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പാസ്റ്റ് പ്രാക്ടീസസ്, സെൻട്രൽ ഓർ സ്റ്റേറ്റ് ലോസ്, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതിലെന്തെങ്കിലും വയലേഷൻ വന്നത് കാരണം എന്താവുക? ഗ്രിവാൻസ് അറൈസ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ, ഗ്രിവാൻസസ് അറൈസിങ് ഔട്ട് ഓഫ് പേഴ്സണൽ മൽ അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് വ്യക്തിപരമായ ക്രമക്കേട് കാരണം
ഉണ്ടാവുന്നത്. അതായത് ഓവർ ആംബിഷൻ, എക്സസീവ് സെൽഫ് എസ്റ്റീംസ്, അങ്ങനെ ഉള്ള എന്തെങ്കിലും ഇംപ്രാക്ടിക്കൽ ആറ്റിറ്റ്യൂഡ് ടു ലൈഫ്, അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ എന്താവുക ഗ്രിവാൻസ് വരിക. അപ്പോൾ ഇതാണ് കോസസ് അല്ലെങ്കിൽ റീസൺസ് ഫോർ ഗ്രിവാൻസസ് എന്നുള്ളത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഈ 4 ഹെഡിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രിവാൻസ് ഉണ്ടാവുന്ന സമയത്ത്, എംപ്ലോയീസിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് എന്ത് വേണം? ഒരു ഗ്രിവാൻസ് റിഡ്രസൽ സെല്ല് വേണം. എന്നാലല്ലേ ഉള്ളൂ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണ് ഗ്രിവാൻസ് റിഡ്രസൽ എന്നുള്ളതാണ് അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രിവാൻസ് റിഡ്രസൽ എന്ന് പറഞ്ഞാൽ എന്താ? റിഡ്രസൽ എംപ്ലോയി എപ്പോഴും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ദേ വാണ്ട് ദ ഗ്രിവാൻസ് ടു ബി അഡ്രസ്ഡ് ആൻഡ് ഇഫ് പോസിബിൾ റിസോൾവ്ഡ്. So it is the responsibility of the management to resolve the problems before they can develop into major difficulties. അപ്പോൾ വലിയ പ്രശ്നമാവാത്ത ഇരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവരുടെ ഗ്രിവാൻസസ് ഒക്കെ സെറ്റിൽ ചെയ്യണം, റിസോൾവ് ചെയ്യണം. അപ്പോൾ എംപ്ലോയി ഷുഡ് എയിം ടു സെറ്റിൽ മോസ്റ്റ് ഗ്രിവാൻസസ് ഇൻഫോർമലി വിത്ത് ദെയർ ലൈൻ മാനേജേഴ്സ്. അപ്പോൾ എപ്പോഴും എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ ഗ്രിവാൻസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്ന പറയുന്നത്, ഈ ലൈൻ മാനേജേഴ്സ് ഉണ്ടാവില്ല, ആദ്യം അവരെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അവിടെ വെച്ചിട്ട് സോൾവ് ആയിട്ടില്ലെങ്കിലാണ് എവിടേക്കൊക്കെ പോകുന്നത്? അതിൻ്റെ മുകളിലേക്കൊക്കെ പോവുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇഫ് ദർ ഈസ് എ ഗ്രിവാൻസ് അപ്ലൈയിങ് ടു മോർ ദാൻ വൺ പേഴ്സൺസ് considers whether it should be resolved with any recognized trade unions. If a grievance cannot be settled informally or a formal approach is preferable, employees should raise it formally with management. അപ്പോൾ ഓൾവേസ് ഇറ്റ് ഈസ് ബെറ്റർ ടു സെറ്റിൽ ദി ഗ്രിവാൻസസ് അറ്റ് ഗ്രൗണ്ട് ലെവൽ. അതായത് എവിടെയാണോ തുടക്കം അവിടെ വെച്ചിങ്ങാണ്ട് അത് സോൾവ് ചെയ്ത് പോകുന്നത് നല്ലത്. മുകളിലേക്ക് ഈ ഗ്രിവാൻസസ് പ്രശ്നങ്ങളാവാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ലൈൻ മാനേജേഴ്സിൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അറിയിക്കുക, അവിടെ വെച്ച് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഇനിയിപ്പം അങ്ങനെ ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലമാണ്, അല്ലെങ്കിൽ എംപ്ലോയീസ് വിചാരിക്കുന്നത് ഒരു ഫോർമൽ അപ്രോച്ച് വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എംപ്ലോയി ഷുഡ് റേസ് ഇറ്റ് ഫോർമലി വിത്ത് മാനേജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു ഗ്രിവാൻസ് റിഡ്രസൽ പ്രൊസീജിയർ എന്നുള്ളതാണ് അടുത്തത് പറയാൻ പോകുന്നത്. അപ്പോൾ ദ പേർപ്പസ് ഓഫ് എംപ്ലോയി ഗ്രിവാൻസ് പ്രൊസീജിയർ ഇസ് ടു പ്രൊവൈഡ് എ യൂണിഫോം ആൻഡ് ഓർഡർലി പ്രോസസ് ഫോർ അഡ്രസ്സിങ് എംപ്ലോയി ഗ്രിവാൻസസ് ആൻഡ് റീച്ചിങ് എ ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ഡിസിഷൻ ഇൻ എ ടൈംലി മാനർ. അപ്പോൾ ഒരു ഗ്രിവാൻസ് റിഡ്രസൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു വിഷമമില്ലാത്ത രീതിയിൽ എല്ലാം ഫെയറായിട്ട് ഇക്വിറ്റബിളായിട്ട് സോൾവ് ചെയ്യുന്നൊരു തരത്തിലുള്ളൊരു പ്രൊസീജിയർ ആയിരിക്കണം. ടൈംലി മാനറിൽ ഡിസിഷൻ എടുക്കാൻ പറ്റണം. അതേപോലെ ദ എംപ്ലോയി ആൻഡ് ദ റെസ്പെക്റ്റീവ് സൂപ്പർവൈസേഴ്സ് ആർ എൻകറേജ് ടു മേക്ക് റീസണബിൾ എഫേർട്ട് ടു ഐഡൻറ്റിഫൈ ദ ഇഷ്യൂസ് ഇൻവോൾവ് and the remedy sought and to resolve any dispute before a written grievance is filed. അപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, തുടക്കം ഗ്രൗണ്ട് ലെവലിൽ വെച്ചിട്ട് തന്നെ സോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു റിട്ടൺ ഗ്രിവാൻസ് ഫയൽ ചെയ്യുന്നതിന് മുന്നേ എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, പറഞ്ഞെങ്ങാണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ആ രീതിയിൽ തീർക്കുക. അപ്പം ഗ്രിവാൻസ് പ്രൊസീജിയേഴ്സ് ആർ ഫോർമൽ ആൻഡ് അഗ്രീഡ് പ്രൊസീജിയേഴ്സ് that an employer and his or her employees or representatives have agreed to follow to deal with or resolve workplace problems. Grievance procedures may be set out as a provision in an award or agreement, but there may also be an internally developed procedure. അപ്പോൾ ഒരു ഗ്രിവാൻസ് പ്രൊസീജിയേഴ്സ് ആർ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ആൻഡ് ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് എ ഗുഡ് ബിസിനസ് സെൻസ് ടു ഹാവ് ഇഫക്റ്റീവ് ഗ്രിവാൻസ് പ്രൊസീജിയേഴ്സ്. അപ്പോൾ എപ്പോഴും ഒരു ജസ്റ്റിസ്, അതായത് ഇങ്ങനെ സോൾവ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പം ചില സ്റ്റെപ്സ് നമുക്ക് പറയാം. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിസ്കസ് ഓൺ എ 1-to-1 ബേസിസ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് സൂപ്പർവൈസർ. അപ്പോൾ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഡിസ്കഷനിൽ കൂടെ തന്നെ നമുക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഓഫൺ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആർ ക്ലിയർഡ് അപ്പ് അറ്റ് ദിസ് പോയിൻറ്റ്
ആൻഡ് ദാറ്റ് എൻഡ്സ് ദ ഗ്രീവാൻസ്. അങ്ങനത്തെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് എംപ്ലോയിക്ക് ഉള്ളത്. അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണ വഴിയാണ് എംപ്ലോയി ദുഃഖിക്കുന്നതെങ്കിൽ അതും എപ്പോഴും ഈ ഒരു ലെവലിൽ വെച്ചിട്ട് സോൾവ് ചെയ്യുന്ന നല്ലത്. ഡിസ്കസ് ചെയ്തുകൊണ്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം നിങ്ങളെ തോന്നലാണ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി ദർ ആർ എ നമ്പർ ഓഫ് സ്റ്റെപ്സ് വിച്ച് HR മാനേജർ ഓർ സൂപ്പർവൈസർ ഷുഡ് allow to ensure the best results from such a discussion. എന്തൊക്കെയാണ് അങ്ങനെ ഡിസ്കഷനിൽ കൂടെ എന്തൊക്കെയാണ് നേട്ടങ്ങൾ നോക്കാം. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ? ദേ ഷുഡ് ഫോളോ, അതായത് മേക്ക് ഷുവർ ദാറ്റ് ദ എംപ്ലോയി ഇസ് കംഫർട്ടബിൾ ആൻഡ് ദാറ്റ് കോൺവെർസേഷൻ വിൽ നോട്ട് ബി ഡിസ്റ്റർബ്ഡ്. അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയിക്കൊരു എന്താ പറയുക, ഒരു കംഫർട്ട് ഫീലിംഗ് ഉണ്ടാവണം. അതായത് അയാളുടെ പ്രോബ്ലംസൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അയാളുടെ മനസ്സിൽ എന്തുണ്ടാവാൻ പാടില്ല, ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ല. അതേമാതിരി ലിസൺ ടു എംപ്ലോയി അറ്റൻറ്റീവ്ലി ആൻഡ് ഹിയർ ഹിം. അതായത് അയാൾ കാര്യമായിട്ടൊരു പ്രശ്നം പറയുകയാണ്, അത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം സൂപ്പർവൈസർ കേൾക്കാൻ വേണ്ടിയിട്ട്. ദിസ് വിൽ ഹെൽപ്പ് സൂപ്പർവൈസർ മോർ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ദ എൻറ്റയർ പ്രോബ്ലം. സൂപ്പർവൈസറും കേൾക്കണം, കാര്യമായിട്ട് തന്നെ കേൾക്കുക. അതുകൊണ്ട് ക്ലിയറായിട്ട് പ്രോബ്ലംസ് മനസ്സിലാക്കാനും ഇമ്മീഡിയറ്റ് കോഴ്സ് ഓഫ് ദി ഡിസാറ്റിസ്ഫാക്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കാനും എല്ലാം പറ്റും. ഓക്കെ, ദെൻ എക്സ്പ്ലെയിൻ ഹൗ മാനേജേഴ്സ് സീ ദ സിറ്റുവേഷൻ. പിന്നെ മാനേജർ ഭാഗത്ത് നിന്ന് അയാൾ അത് എങ്ങനെ ആ പ്രോബ്ലം കാണുന്നു, കുഴപ്പമില്ല, നമുക്ക് അതിനുള്ള വഴി ഉണ്ടാക്കാം. അപ്പോൾ വർക്കിംഗ് എൻവയോൺമെൻറ്റിലുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അപ്പോൾ എംപ്ലോയീസിനൊരു മനസ്സിനൊരു സമാധാനം കിട്ടും. അപ്പോൾ എക്സ്പ്ലെയിൻ, മാനേജർ പറഞ്ഞു കൊടുക്കണം ഹൗ ദ മാനേജേഴ്സ് സീ ദ സിറ്റുവേഷൻ. വെൻ ഓൾ ദ ഫാക്ട്സ് ആർ നോൺ, ട്രൈ ടു കം ടു സം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഓർ വർക്കബിൾ കോംപ്രമൈസ്. Okay, then follow up on the situation, make certain that you carry through on all aspects of your decision. If you promise to review something or to have something fixed, be sure that this really happen. Then if disagreement continues, അപ്പോൾ അവിടെ വെച്ചിട്ട് ആ തേർഡ് പോയിന്റ് അല്ല ഇതാവുകയാണെങ്കിൽ അതോടുകൂടി ഇങ്ങോട്ട് ആ പ്രോബ്ലം അവിടെ സോൾവ് ആവും. എംപ്ലോയി പിന്നെ അതിൻ്റെ കൂടെ നേരെ മറിച്ച് അവിടെ വെച്ചിട്ടും അത് സോൾവ് ആവുന്നില്ലെങ്കിൽ, ഇഫ് ഡിസ്അഗ്രിമെൻറ്റ് കണ്ടിന്യൂസ്, എംപ്ലോയി ഷുഡ് ബി അവെയർ ദാറ്റ് ദേ ക്യാൻ ബ്രിങ് ദ സബ്ജക്റ്റ് അപ്പ് അഗെയിൻ for further discussion, or that they can take it to the manager if their initial discussion was with a supervisor. അപ്പോൾ സൂപ്പർവൈസറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അയാൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, അഗ്രിവാൻസ് ആയിട്ട് മുന്നോട്ട് പോവാം മാനേജ്മെൻറ്റിൻ്റെ അടുത്ത്. ഓക്കെ, ഇനി സം സ്മോൾ ബിസിനസ് യൂസ് ദ മാനേജേഴ്സ് ഓഫ് നെയ്ബറിംഗ് ബിസിനസ്സസ് ടു സെർവ് ആസ് മീഡിയേറ്റേഴ്സ് ഇൻ സച്ച് ഡിസ്പ്യൂട്ട്സ്. അപ്പോൾ നമ്മളെ മാനേജർ പോരാന്ന് തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ മീഡിയേറ്റേഴ്സായിട്ട് പുറത്തൊന്നും വിളിക്കാം. പക്ഷേ ആ മീഡിയേറ്റർ എങ്ങനെയുള്ള ആളായിരിക്കണം എന്നാണ് പറയുന്നത്, ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡെസിഷൻ എടുക്കുന്ന ഒരാളായിരിക്കണം. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് ഗ്രിവൻസ് പ്രൊസീജിയർ ഹാസ് 3 സ്റ്റേജസ് ടു ബി ഫോളോഡ് എന്നാണ് പറയുന്നത്. ആദ്യം എന്താണ്, എംപ്ലോയി ഗിവ്സ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഗ്രിവൻസ്. Then second, meeting is held and employer informs employee of the outcome. അതായത് ആരൊക്കെ ആയിട്ടാണോ കംപ്ലൈൻ്റ് ഉള്ള അവരെയും വിളിച്ചൊരു മീറ്റിംഗ് വിളിക്കുക. ഇൻഫോം ദ എംപ്ലോയി ഓഫ് എനി ഡിസിഷൻ മെയ്ഡ് ആൻഡ് നോട്ടിഫൈ ദം ഓഫ് ദിയർ റൈറ്റ് ടു അപ്പീൽ. ഇനി അവിടെ മീറ്റിങ്ങിലും അതിൽ സോൾവ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താക്കാം എന്നാണ് പറയുന്നത്, അപ്പീലിന് പോയി ഇഫ് നെസസറി. അതായത് ഇഫ് എംപ്ലോയി വിഷസ് ടു അപ്പീൽ അഗെയിൻസ്റ്റ് ദ ഡിസിപ്ലിനറി ആക്ഷൻ ദാറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ്, മാനേജ്മെൻറ്റ് മസ്റ്റ് ഇൻവൈറ്റ് ദ എംപ്ലോയി ടു എ ഫർദർ മീറ്റിംഗ്. ഇഫ് റീസണബിളി പ്രാക്ടിക്കൽ, എ മോർ സീനിയർ മാനേജർ ഹു ഹാസ് നോട്ട് ബീൻ ഇൻവോൾവ് ഇൻ ദ ഗ്രിവാൻസ് പ്രൊസീജിയർ സോ ഫാർ വിൽ ഡീൽ വിത്ത് ദ അപ്പീൽ. അപ്പോൾ അങ്ങനെയാവുന്ന സമയത്ത് ഇതുവരെ ആ പ്രോബ്ലംസിലൊന്നും ഇൻവോൾവ് ആവാത്ത ഒരാളെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മാനേജറെ വിളിച്ചിട്ടായിരിക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ ഗുഡ് ഗ്രിവാൻസ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ, എ റിട്ടൺ ഗ്രിവാൻസ് പ്രൊസീജിയർ ക്യാൻ ബി ഹെൽപ്ഫുൾ ഇൻ ക്രിയേറ്റിംഗ് എ പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ എന്നാണ് പറയുന്നത്. അത് ഇറ്റ് ഇൻഫോംസ് എംപ്ലോയീസ് ഹൗ ദേ ക്യാൻ ഒബ്റ്റെയിൻ എ ഹിയറിംഗ് ഓൺ ദിയർ പ്രോബ്ലംസ് ആൻഡ് ഇറ്റ് അഷ്വേഴ്സ് ദാറ്റ് എന്താണ് ദ ഓണർ അല്ലെങ്കിൽ മാനേജർ ബിക്കം അവെയർ ദാറ്റ് എ പ്രോബ്ലം എക്സിസ്റ്റ്. അപ്പോൾ എപ്പോഴും ഒരു റിട്ടേൺ ഗ്രിവാൻസ് പ്രൊസീജിയറാണ് ബെറ്റർ. ആൻഡ് പോസിറ്റീവ് ആൻഡ് ഇഫക്റ്റീവ് ഗ്രിവാൻസ് പ്രിവെൻഷൻ റിക്വയേഴ്സ്
Besides positive discipline steps, a few steps which will assure that the best possible solution to the problem is found. ഒരു ഗുഡ് ഗ്രിവാൻസ് പ്രൊസീജിയർ ആണെങ്കിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്? കംപ്ലയിൻസ് മസ്റ്റ് ബി ഫുള്ളി ഡിസ്ക്രൈബ്ഡ് ബൈ ദ പേഴ്സൺ വിത്ത് ദ ഗ്രിവാൻസ്. The person should be given the full details of the allegation against them. The person against whom the grievance is made should have the opportunity and be given a reasonable time to put their side of story before the റെസൊല്യൂഷൻ ഇസ് അറ്റംപ്റ്റഡ്. അപ്പോൾ ആർക്കെതിരെയാണോ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ളത് അയാളുടെ വാദം കൂടെ കേൾക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കണം ആ ഫൈനൽ ഇതാക്കുന്നതിൻ്റെ മുന്നേ. ദെൻ പ്രൊസീഡിങ് ഷുഡ് ബി കണ്ടക്റ്റഡ് ഹോണസ്റ്റ്ലി, ഫെയർലി ആൻഡ് വിത്തൗട്ട് ബയസ്. ദെൻ പ്രൊസീഡിങ് ഷുഡ് നോട്ട് ബി അൺഡ്യൂലി ഡിലേഡ്. വെറുതെ വൈകി കൊണ്ടുപോകാൻ പാടില്ല. ഓക്കെ, ഇനി റോൾ ഓഫ് HR മാനേജർ ഇൻ ഗ്രിവാൻസ് ഹാൻഡ്ലിംഗ് ആണ് പറയുന്നത്. HR മാനേജർ എങ്ങനെ ഡീൽ ചെയ്യണം, എന്തൊക്കെ പോയിൻറ്റ്സ് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗ്രിവാൻസ് പ്രൊസീജിയർ ഡസ് നോട്ട് റിമൂവ് എ മാനേജേഴ്സ് ഓർ സൂപ്പർവൈസേഴ്സ് ഒബ്ലിഗേഷൻ ടു ടേക്ക് all reasonable steps to identify and address as part of their usual responsibilities practices which may lead to grievance. Then parties are encouraged to resolve grievances at their source. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, at the lowest level. Then the principles of natural justice and procedural fairness apply to the resolution of grievances. അപ്പം എപ്പോഴും ആൾ നല്ലതാണല്ലോ വിചാരിച്ച് അങ്ങനെ ഒരു പേഴ്സണൽ ബയാസ് ഒന്നും കാണിക്കാൻ പാടില്ല. എപ്പോഴും നാച്ചുറൽ ജസ്റ്റിസ് എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്തും അങ്ങനെ ചെയ്യാം. ദെൻ കോൺഫിഡൻഷ്യാലിറ്റി വിൽ ബി റെസ്പെക്റ്റഡ് അറ്റ് ഓൾ ടൈംസ്. ദെൻ സ്റ്റാഫ് raising a grievance is responsible for participating in the process in good faith. Then a staff member who raises a grievance in good faith will be protected from detrimental action. അതായത് എന്താക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്? അയാളെ ഒറ്റപ്പെടുത്താൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് എന്താ പറയുക ഗ്രിവാൻസ് പ്രൊസീജിയർ എന്നുള്ളതാണ്. ഒരു ഗ്രിവാൻസ് പ്രൊസീജിയറിന് വേണ്ട എന്തൊക്കെയാണ് റിക്വസിറ്റ്സ് നോക്കാം. എസെൻഷ്യൽസ് ഓഫ് എ ഫസ്റ്റ് പറയുന്നത് പ്രൊസീജിയറൽ ഫെയർനെസ് ആണ്. പ്രൊസീജിയറൽ ഫെയർനെസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദ പ്രോസസ് ഓഫ് ഗ്രിവാൻസ് ഹാൻഡ്ലിംഗ് ഷുഡ് ബി ഫെയർ ആൻഡ് ഇംപാർഷ്യൽ. ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് മസ്റ്റ് ബി കണ്ടക്റ്റഡ് ഫെയർലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി. അതായത് കമ്പനി മസ്റ്റ് ആക്സെപ്റ്റ് ദ റൈറ്റ്സ് ഓഫ് എംപ്ലോയീസ് ഫോർ ബീയിങ് ഹേർഡ്. ദർ മസ്റ്റ് ബി ഗിവൺ ഓപ്പർച്യൂണിറ്റീസ് ടു എക്സ്പ്രസ് ദെയർ ഗ്രിവാൻസസ്, request or complaints before the right authorities. In organizations where trade unions are recognized, the employees may be allowed to represented by trade union official. മനസ്സിലായല്ലോ? അപ്പം അതാണ് ഫെയർനെസ്, പ്രൊസീജിയറൽ ഫെയർനെസ് ഉദ്ദേശിക്കുന്നത്. ദെൻ സബ്സ്റ്റാൻഷ്യീവ് ഫെയർനെസ്, അതായത് ഗ്രിവാൻസ് ഹാൻഡ്ലർ ഷുഡ് നോട്ട് അസ്യൂം ഗിൽറ്റ്. They should determine that the complaint is substantiated only after hearing from all sides, checking other relevant evidences and taking into account any mitigating circumstances. ഒരു ഭാഗത്തു നിന്ന് മാത്രം കേട്ടുകൊണ്ട് ആക്ഷൻ ഒന്നും എടുക്കാൻ പാടില്ല. എല്ലാവരുടെ ഭാഗം സൈഡ്സും ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇതാകാൻ പാടുള്ളൂ. കോൺഫിഡൻഷ്യാലിറ്റി, അതായത് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രീവൻറ്റ് ഷുഡ് ബി ഏബിൾ ടു റേസ് എ കംപ്ലയിൻറ്റ് ആൻഡ് ഗെറ്റ് അഡ്വൈസ് ഇൻ കോൺഫിഡൻസ് എന്നാണ് പറയുന്നത്. എംപ്ലോയി കോൺഫിഡൻസ്, അതായത് ഗ്രിവാൻസ് പ്രൊസീജിയർ മസ്റ്റ് എൻഷുവർ ദ കോൺഫിഡൻസ് ഓഫ് എംപ്ലോയീസ് ഇൻ ദ സിസ്റ്റം. ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സൂപ്പർവൈസർ മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ് ദോ ഹീ ഈസ് a representative of the management. So it is necessary that the supervisor understand the complaint in the right sense and in the right manner. Okay, then comes timeliness, അതായത് ടൈം ബൗണ്ട് ആയിട്ട് ചെയ്തിരിക്കണം. അതാണ് വേറൊരു റിക്വസ്റ്റ് പറയുന്നത്. അതായത് ദ പ്രൊസീജിയർ മസ്റ്റ് ബി കംപ്ലീറ്റഡ് പ്രോംപ്റ്റ്ലി ആൻഡ് സ്പീഡ്ലി. അതായത് എനി ഡിലേ ഇൻ ഡീലിംഗ് വിത്ത് എംപ്ലോയി ഗ്രിവാൻസ് may cause frustrations among employees or damage the reputation of the firm. So settlement of grievance at the earliest possible time and at the lowest level possible. Adhan it is the principle of ideal grievance settlement procedure. പിന്നെ എന്താണെന്ന് വെച്ചാൽ റെക്കോർഡ് കീപ്പിംഗ് ആണ് പറയുന്നത്.
റെക്കോർഡ് കീപ്പിങ്ങിൽ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് നെസസറി ടു കീപ്പ് റെക്കോർഡ്സ് അബൌട്ട് ദ ഡീറ്റെയിൽസ് ഓഫ് അലിഗേഷൻസ്, റെസ്പോൺസസ് ആൻഡ് ആക്ഷൻസ്. അപ്പോൾ ഒരു കംപ്ലയിൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് റെക്കോർഡ് ചെയ്യുക, പിന്നെ ഓരോരുത്തരുടെ ഭാഗങ്ങൾ, ഓരോരുത്തരുടെ റെസ്പോൺസസ് എന്താണെന്നുള്ളത്, അതുമാതിരി അതിനെതിരെ എന്ത് ആക്ഷൻ എടുത്തു എന്നുള്ള എല്ലാം കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഈ റെക്കോർഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ പർപ്പസസ് ടു ഐഡൻറ്റിഫൈ systematic problems. Records can substantiate procedural fairness in the event of an appeal against process or outcome of grievance investigation. അപ്പോൾ ഈ കംപ്ലയിൻറ്റ് ഇങ്ങനെ സെറ്റിൽ ചെയ്യാണ്ട് പോവുകയാണെങ്കിൽ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഈ റെക്കോർഡ് ഒരു മുതൽക്കൂട്ടാവും. ദെൻ ട്രാൻസ്പാരൻസി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? There must be sufficient scope for transparency in the effective implementation of policies and procedures. Effective communication must be made to all parties about the relevant policies and procedures. Okay. Then openness, honesty and fair dealing are പറയുന്നത്. Fair and accurate reporting if the case is referred to internal units or more senior managers. Fair and accurate reporting, particularly where disciplinary action is likely to result. Okay, so these are the good essentials of a good grievance procedure. ഇനി നമ്മൾ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഗ്രിവൻ്റ് ആണ് നോക്കാനുള്ളത്. അത് അടുത്ത ഇതിലാക്കിയിട്ടിടാം. താങ്ക് യു.